ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിഷേകത്തോടെ സംസാരിച്ച് ദൈവരാജ്യം പണിയുക എന്നതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നീ നിന്റെ സംസാരത്താൽ കുരുക്കിലായി പോവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ ഉത്തരം മിക്കവാറും നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഉണ്ട് എന്ന് തന്നെയാണ്. എത്ര മനോഹരമായ ഒരു ചോദ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മളോട് ചോദിക്കുന്നത്. നീ നിൻ്റെ സംസാരത്താൽ കുരുക്കിലായി പോവുകയോ? നമ്മൾ ഈ വന്യമൃഗങ്ങളൊക്കെ കുരുക്കിൽ ആൾക്കാർ പിടിക്കുന്നത് പോലെയാണ്, മത്സ്യത്തെ വലയിട്ട് കുരുക്കി പിടിക്കുന്നത് പോലെ. ദൈവം ചോദിക്കുകയാണ്, നിന്റെ സംസാരത്താൽ നീ എവിടെ വെച്ചെങ്കിലും കുരുക്കിലായി പോയിട്ടുണ്ടോ? നിന്റെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് അബദ്ധത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പിന്നെ ജീവിതം തന്നെ തകർന്നു പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അഭിഷേകത്തോടെ സംസാരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ തിരുവചനം, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എൻ്റെ ദൈവമേ, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന വാക്കുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ വാക്കും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഇതിനെ ഓർത്ത് അനുദപിക്കുന്നില്ല എങ്കിൽ, ഭയപ്പെടുത്താനല്ല ദൈവം ഇത് പറയുന്നത്, ചുമ്മാ അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അനുദപിക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ഈ റെക്കോർഡ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ ഉണ്ട്. എന്നാൽ നമ്മൾ അനുദപിക്കുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാഞ്ഞു പോകുന്നു. ഇതാണ് ബൈബിളിലെ ഒരു വലിയ സത്യം. ഇന്ന് നമ്മൾ പഠന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 24-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവർത്തനം 24-ാം അധ്യായത്തിൻ്റെ 24, 25, 26, 27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുകയാണ്. യൂദായുടെ ഗവർണറായിരുന്ന, റോമൻ ഗവർണർ, യൂദാ പ്രദേശത്തിൻ്റെ ഗവർണറായിരുന്ന ഫെലിക്സ് തൻ്റെ യഹൂദയായ ഭാര്യ ഡ്രുസില്ലയോടൊപ്പം അവരുടെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് പൗലോസിനെ വിളിപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? സുവിശേഷം കേൾക്കാൻ. പൗലോസ് വലിയ പ്രസംഗകനാണെന്നും പൗലോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നും പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ കേട്ടപ്പോൾ സുവിശേഷം കേൾക്കാനായിട്ടൊരു കൊതി തോന്നിയിട്ട് ഈ ഉന്നതനായ ഉദ്യോഗസ്ഥനും ഭാര്യയും കൂടി പൗലോസിനെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വിളിക്കുകയാണ്. എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ഭാഗമാണിത്. കാരണം ഇന്നത്തെ പല പ്രസംഗകരുമായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രസംഗം. എങ്ങനെയായിരുന്നെന്നറിയാമോ? പ്രൈസ് ദ ലോർഡ്, ഓ ഫെലിക്സ് ഡ്രുസില്ല, നിങ്ങളെ ദൈവം എന്തുമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു. യൂദാ ഗവർണറായി താങ്കളെ ദൈവം ഉയർത്തിയിരിക്കുന്നു. താങ്കൾക്ക് സുന്ദരിയായ ഒരു ഭാര്യയെ തന്നിരിക്കുന്നു. ദൈവം താങ്കളെ മറ്റുള്ളവരെക്കാൾ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം നമുക്കാരെയും ഒഫൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ലല്ലോ. ഇന്നത്തെ ചില പ്രസംഗരിങ്ങനെയാണ് പറയുന്നത്, പാപം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേദന തോന്നും. അത് സ്നേഹമല്ലത്രേ. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ പാപം പോലും പറയരുത് എന്ന് പറയുന്ന പ്രസംഗകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ, പൗലോസ് പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? 3 കാര്യമാണ് പൗലോസ് പ്രസംഗിച്ചത്. ഈ ഉന്നതനായ റോമൻ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ വചനം പറയാണ്, പൗലോസ് നീതിയെക്കുറിച്ച് പ്രസംഗിച്ചു, പൗലോസ് ആത്മനിയന്ത്രണത്തെക്കുറിച്ച് പ്രസംഗിച്ചു, പൗലോസ് വരാൻ പോകുന്ന ന്യായവിധി, ജഡ്ജ്മെന്റ്, വരാൻ പോകുന്ന ദൈവിക വിധിയെക്കുറിച്ച് പ്രസംഗിച്ചു. 24-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഫെലിക്സ് ഭയപ്പെട്ടിട്ട് പറഞ്ഞു, ഇപ്പം നീ പൊയ്ക്കോ, ഇനി പിന്നെ എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ ബാക്കി കേട്ടോളാമെന്ന്. പ്രിയപ്പെട്ടവരെ, പൗലോസിന് അറിയാമായിരുന്നു ഇനി ഒരു ചാൻസ് കിട്ടത്തില്ല. കിട്ടിയ സമയത്ത് പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഇതാണ് സുവിശേഷ പ്രഘോഷണം. അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു പൗലോസിൻ്റെ പ്രസംഗം? പൗലോസ് നീതിയെക്കുറിച്ച് പ്രസംഗിച്ചു, പൗലോസ് ആത്മനിയന്ത്രണത്തെക്കുറിച്ച് പ്രസംഗിച്ചു, ദൈവത്തിൻ്റെ വരാൻ പോകുന്ന വിധിയെക്കുറിച്ച്, ജഡ്ജ്മെന്റ്, ദൈവം വിധിയാളനാണ് എന്നുകൂടി പ്രസംഗിച്ചു. നമുക്ക് ഓരോന്നിലേക്കും കടന്നു പോകാം. ആദ്യം പൗലോസ് പ്രസംഗിച്ചത് ദൈവം നീതിമാനാണ്. എൻ്റെ വിശ്വാസം യെസ്രായുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് പൗലോസ് പ്രസംഗിച്ചത്. അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് നീതിമാനാണ്. പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് യെസ്രാ.
അതിൽ നിന്നും ഒരു ഭാഗം എടുത്തുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, യു ആർ എ റൈച്ചസ് ഗോഡ്. അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് നീതിമാനാണ്, അങ്ങ് പ്രകാശമാണ്, അങ്ങ് കളങ്കമില്ലാത്തവനാണ്, അങ്ങ് ഇരുട്ടില്ലാത്തവനാണ്, അങ്ങ് അശുദ്ധിയില്ലാത്തവനാണ്. യു ആർ എ ഹോളി ഗോഡ്, യു ആർ എ റൈച്ചസ് ഗോഡ്. അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് നീതിമാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ, ഹെറോദേസ് രാജാവിൻ്റെ മുമ്പിൽ പോയിട്ട്, രാജാവേ ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ സ്നാപയോഹന്നാൻ്റെ തല പോകത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്നാപയോഹന്നാൻ്റെ തല വെട്ടി മാറ്റപ്പെടത്തില്ലായിരുന്നു, അവൻ രക്തസാക്ഷിയുമാകത്തില്ലായിരുന്നു. ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒന്നും നടക്കത്തില്ല, നമുക്ക് ചുമ്മാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. സ്നാപയോഹന്നാൻ പ്രസംഗിച്ചു, ദൈവം പരിശുദ്ധനാണ്, നീ മര്യാദയ്ക്ക് ജീവിച്ചിൻ്റെ കണക്ക് കൊടുക്കേണ്ടി വരും. നീ രാജാവായിരിക്കാം, പക്ഷെ നീ ഒരു ദിവസം രാജാക്കന്മാരുടെ രാജാവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥത്തിൽ അഭിഷേകത്തോടു കൂടിയുള്ള സംസാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ഒറ്റയ്ക്ക് മുറിയിൽ വിളിച്ച്, നീ ഇപ്പോൾ കാണിച്ചത് ദൈവവചനത്തിന് എതിരായിട്ടുള്ള കാര്യമാണ് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ചെവിക്ക് പിടിച്ച് 2 കറക്ക് കൊടുക്കാൻ പഠിക്കണം. അല്ലാതെ എന്ത് കാണിച്ചാലും ഓ സാരമില്ല മോനെ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണെന്നേ എന്ന് പറയുന്നതല്ല. ചില സിനിമകളിലൊക്കെ കാണിക്കുന്നുണ്ടത്രേ, മദ്യപിക്കുന്ന ഹീറോയെ അപ്പൻ പ്രൊമോട്ട് ചെയ്യാണ്, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇച്ചിരി കുടിക്കുന്നേ, അപ്പൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പം ആൾക്കാർ കൈയടിക്കാമെന്ന് കേൾക്കുന്നു. എൻ്റെ പൊന്നെ, ഇതൊക്കെ കേട്ടിട്ട് പിള്ളേർ പോയി വെള്ളം അടിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം പറയാണ്, അഭിഷേകത്തോടെ നീ തിരുത്തേണ്ടതിനെ തിരുത്തണം, അഭിഷേകത്തോടെ നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, നിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടവളോട് നീ പറഞ്ഞു കൊടുക്കണം. ഫെലിക്സ് വലിയൊരു കസേരയിലായിരിക്കുന്നത്, സിംഹാസനം. പൗലോസ് കൈകളിൽ ചങ്ങല, കാലുകളിൽ ചങ്ങല, മുഷിഞ്ഞ വസ്ത്രങ്ങൾ, താടി നീട്ടിയിട്ടുണ്ട്, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. എന്നാൽ അഭിഷേകത്തിനൊരു കുറവുമില്ല, ദൈവത്തിൻ്റെ ചൈതന്യത്തിനൊരു കുറവുമില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, പക്ഷേ മുഖം തേജസ്സുണ്ട്. ചങ്ങലകൾ കുലുക്കിക്കൊണ്ട് തീപാറുന്ന കണ്ണുകളോടെ പൗലോസ് പറഞ്ഞു, ഫെലിക്സേ, ദൈവം പരിശുദ്ധനാണ്. യേശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദൈവം പരിശുദ്ധനാണെന്ന് 3 തവണ എഴുതിയിരിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആവർത്തിച്ച് പറയുന്നു, ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്. മാത്രമല്ല, പൗലോസ് പ്രസംഗിച്ച മറ്റൊരു കാര്യം ഇതാണ്, ഈ പരിശുദ്ധനായ ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു, പക്ഷേ പാപത്തെ വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, മനുഷ്യരുടെ സകല അനീതിക്കും ദുഷ്ടതയ്ക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നു, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ഇന്ന് കാണുക, പാപമല്ലാതായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള കല്യാണമാണ്. അവിടം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പാപമല്ലാതാക്കി മാറ്റി. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. റോമാലേഖനം 1:19 വചനം, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ ചങ്ങലക്കിട്ട് തളച്ചിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പരിശുദ്ധനാണെന്ന് പൗലോസ് പ്രസംഗിച്ചു. നമ്മുടെ പ്രസംഗവും സഭയുടെ പ്രസംഗവും ഇത് തന്നെ. ഒരപ്പൻ കുഞ്ഞുങ്ങൾക്ക് കൊച്ചിലെ പറഞ്ഞു കൊടുക്കേണ്ട ഇതാണ്, ചെറുപ്പനാൾ തൊട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്, ദൈവം പരിശുദ്ധനാണ്. തിരുവോസ്തിക്ക് എന്താണ് വെള്ള നിറം? തിരുവോസ്തിക്ക് എന്താണ് ബ്രൗൺ നിറമല്ലാത്തത്? തിരുവോസ്തി എന്തുകൊണ്ട് ചുവന്നിരിക്കുന്നില്ല? തിരുവോസ്തി എന്തുകൊണ്ട് പച്ച നിറമല്ല എന്ന് ചോദിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ചോദ്യം. പിള്ളേർ ഇതുപോലെ വേണം ചോദ്യം ചോദിക്കാൻ. അന്നേരം അപ്പനും അമ്മയും നിന്ന് ബബ്ബ പാടിക്കുകയല്ല വേണ്ടത്. അത് പിന്നെ അങ്ങനെയല്ല. അല്ല, കുഞ്ഞുങ്ങൾക്കൊരു സംശയം, ഇതെന്താ എല്ലാ ഓസ്തി ഏത് പള്ളിയിൽ ചെന്നാലും തിരുവോസ്തിക്ക് എന്താ അപ്പച്ച വെള്ള നിറം? അത് പിന്നെ അബ്ബബ്ബ എന്നല്ല പറയേണ്ടത്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതെന്തിനെ കാണിക്കുന്നറിയാമോ? ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് ഈ വെള്ള നിറം കാണിക്കുന്നത്. ബ്രൗൺ നിറമുള്ള ഗോതമ്പാണെങ്കിലും ഇടിച്ച് പൊടിച്ചതിനെ ഓസ്തിയാക്കുമ്പോൾ ഇത് വെളുത്തിരിക്കുന്നതിൻ്റെ കാരണം ദൈവം പരിശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടോ മക്കളെ, ദൈവം പാപമില്ലാത്തവനാണ്. കുഞ്ഞുനാളിലെ പറഞ്ഞു കൊടുക്കാനുള്ള ഗോൾഡൻ ചാൻസാണ് ദൈവം നമുക്ക് കുഞ്ഞുങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ തരുന്നത്. അന്നേരത്ത് കൃത്യമായ മറുപടി കൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ അവരെ നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2, പൗലോസ് പറഞ്ഞു, ആത്മനിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം. കാര്യം എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ്റെ നേരെ വേറെ ഒരു സന്ദേശവും പറയാനായിട്ടില്ല. ഇദ്ദേഹം അന്ന് കൊടിയ പാപത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. നമ്മൾ അന്നത്തെ റോമാക്കാരുടെ ചരിത്രവും ഇസ്രായേലിൻ്റെ ചരിത്രവും കൂടെ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചാൽ കാണാം. ഈ ഫെലിക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നാണ്. പക്ഷേ ഫെലിക്സ് എന്ന വാക്കിന് സന്തോഷം എന്നാണ് അർത്ഥമെങ്കിലും
ഒരു സന്തോഷമില്ലാതെ ജീവിച്ച വ്യക്തിയായിരുന്നു ഫെലിക്സ്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഫെലിക്സിൻ്റെ മൂന്നാമത്തെ വിവാഹമാണ് ഡ്രുസില്ല. ആദ്യത്തെ 2 ഭാര്യമാരും മരിച്ചു പോയിട്ടല്ല അദ്ദേഹം മൂന്നാമത്തെ കല്യാണം കഴിച്ചത്. ആദ്യത്തെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടം തോന്നി, അവളെ കല്യാണം കഴിച്ചു. രണ്ടാമത്തവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൂന്നാമത്തവളെ കണ്ട് ഇഷ്ടം തോന്നി, അവളെയും വിവാഹം കഴിച്ചു. ഈ മൂന്നാമത്തെ ഡ്രുസില്ലയെ പറ്റി ചരിത്രം പറയുന്നത് അതീവ സുന്ദരിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അതീവ സുന്ദരി മീൻസ് അതീവ സുന്ദരി. അവൾക്ക് വേറൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. അവൾ അങ്ങനെ ജീവിച്ചു വരവേ വേറൊരുവൻ്റെ ഭാര്യയെ കണ്ടിട്ട് ഫെലിക്സിന് ഇഷ്ടം തോന്നിയിട്ട് പല വിധത്തിലുള്ള വശീകരണ പ്രക്രിയകളിലൂടെ ഒടുവിൽ ഡ്രുസില്ല തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഫെലിക്സിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. എന്നിട്ട് ഫെലിക്സും ഡ്രുസില്ലയും കൂടെ ജനങ്ങളുടെ മധ്യത്തിൽ പരസ്യമായ പാപത്തിൽ ജീവിക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം ഈ കാര്യം അറിയാം. ഇങ്ങനെ ജീവിക്കുന്നവരുടെ മുൻപിൽ വന്ന് നിന്നിട്ടാണ് ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ മനുഷ്യൻ പ്രസംഗിക്കുന്നത്. ആത്മനിയന്ത്രണം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ ജീവിക്കണം. സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം. നീ നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം. നിനക്ക് തോന്നും പോലെ നീ ജീവിക്കാൻ പാടില്ല. നിന്റെ മേൽ നിനക്ക് ഒരു കൺട്രോൾ വേണം. നിന്റെ മേൽ നിനക്കൊരു നിയന്ത്രണം വേണം. അതിന് നിനക്ക് ദൈവശക്തി വേണം. അതിന് നിനക്ക് യേശുക്രിസ്തുവിനെ നീ അറിയണം. അതിന് നീ കർത്താവിൻ്റെ മഹത്വം അറിയണം. എന്നിട്ട് പൗലോസ് പ്രസംഗിച്ച് കാണും. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ തിരുവചനം, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. യേശയ്യായുടെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം, ഞങ്ങൾ അശുദ്ധരെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രങ്ങൾ പോലെയും ആണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ് സകല മനുഷ്യരും പാപിയാണ്. പൗലോസ് ഇത് ഫെലിക്സിനോട് പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫെലിക്സെ നീ പേടിക്കണ്ട, നീ പാപിയാണെങ്കിലും നിനക്ക് രക്ഷപ്പെടാനായിട്ടൊരു മാർഗമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു കാണും, ഞാനും ഒരു കാലത്ത് നിന്നെപ്പോലെ ജീവിച്ച വ്യക്തിയാണ്, സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്, കൊലപാതകത്തിന് കൂട്ടുന്ന വ്യക്തിയാണ്, സ്ത്രീകളെയും കുട്ടികളെയും റോഡിലൂടെ വലിച്ചടിച്ച വ്യക്തിയാണ്. ഇന്ന് ഞാൻ അഭിഷേകം നിറഞ്ഞ വ്യക്തിയായിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. പൗലോസ് പറയാണ്, എനിക്ക് സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ പോയി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിന്നപ്പോൾ അവിടുത്തെ രക്തം എന്നെ കഴുകി, എന്നെ നീതീകരിച്ചു, എന്നെ മാലാഖയെ പോലെയാക്കി മാറ്റി. ഫ്രീ ആയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ നീതി എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 10-ാം അധ്യായം 4-ാമത്തെ തിരുവചനം പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചു. മനസ്സിലായോ? ഞാനും നിങ്ങളും കൊടിയ പാപിയാണെങ്കിലും യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് കണ്ണുനീരോടെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മളെ നീതീകരിക്കേണ്ട വില യേശു കൊടുത്തു കഴിഞ്ഞു. ഒരു പാപവും ചെയ്യാത്ത യേശു കുരിശിൽ വലിയ വേദന സഹിച്ച് മരിച്ചതിനാൽ വലിയ പാപം ചെയ്ത നമ്മൾ യേശുവിൻ്റെ പക്കൽ ചെല്ലുമ്പോൾ യേശുവിൻ്റെ യോഗ്യതയാൽ നമുക്ക് സൗജന്യമായി നീതീകരണം കിട്ടുന്നു. ഇതാണ് പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ മറ്റൊരു വിഷയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാമത് പൗലോസ് പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ്. അന്ത്യവിധിനാളിൽ വാനമേഘങ്ങളിൽ യേശു ക്രിസ്തു ഇറങ്ങി വരുമെന്നും സകല മനുഷ്യരും അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും ഒരു വിധിയുണ്ടെന്നും പഠിപ്പിച്ചു. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വചനം, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നിങ്ങൾ ഓർത്തോണം. അപ്പോസ്തല പ്രവർത്തനം 24-25 എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് ചിരിയും വരും. അവിടെ എഴുതിയിരിക്കുകയാണ്, ഫെലിക്സ് ഭയപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഫെലിക്സ് ഭയന്നു പോയി. യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് കേട്ടപ്പോൾ റോമാക്കാരുടെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ ഭയന്നുപോയി. യൂദാദേശത്തിൻ്റെ ഗവർണർ ഭയന്നു പോയിട്ട് ഒരു മണ്ടത്തരം കാണിക്കുകയാണ്. പൗലോസിനോട്, ഇപ്പോൾ പൊയ്ക്കോ, പിന്നീടൊരിക്കൽ നിന്നെ വിളിപ്പിച്ച് ബാക്കി ഭാഗം കേട്ടുകൊള്ളാമെന്ന് പറഞ്ഞ് ഭയന്നു പോയ ഫെലിക്സും ഡ്രുസില്ലയും പൗലോസിനെ ജയിലിലേക്ക് മടക്കി അയച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഫെലിക്സ് വലിയ മണ്ടത്തരം കാണിച്ചത്. ദൈവം ഫെലിക്സിനെ സ്നേഹിച്ചു, ഡ്രുസില്ലയെ സ്നേഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത അവസാനത്തെ ചാൻസ് ആയിരുന്നു പൗലോസിലൂടെ കേട്ട ദൈവവചന പ്രഘോഷണം. അതിനെ അവർ കാലുമടക്കി തട്ടിക്കളഞ്ഞിട്ട് വചനം പറഞ്ഞ ആളെ തിരിച്ച് ജയിലിൽ കൊണ്ടിട്ടിട്ട് പിന്നെ കേട്ടുകൊള്ളാമെന്ന് പറഞ്ഞു. സുവിശേഷം നീ ഇന്ന് കേൾക്കണം,
ഇന്ന് മാനസാന്തരപ്പെടണമെന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നാളെ എന്നൊരു വാക്ക് ദൈവത്തിന് ഇല്ല പ്രിയപ്പെട്ടവരെ. ഇന്നാണ് രക്ഷയുടെ ദിവസം. ചിലർ ധ്യാനമൊക്കെ കൂടിക്കഴിയുമ്പോൾ പറയാറുണ്ട്, വട്ടായിലച്ചൻ പ്രസംഗിച്ച കാര്യമല്ല ശരി തന്നെയാണ്, ബെന്നിപ്പുനത്ര ബ്രദർ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഇതുപോലെ ഇപ്പം ജീവിച്ചാൽ ജീവിതം ആസ്വദിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊന്ന് മാനസാന്തരപ്പെട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് നാളേക്ക് മാറ്റിവെക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ പ്രശസ്തമായ ഒരു ധ്യാന കേന്ദ്രമാണ് അണക്കര ധ്യാന കേന്ദ്രം. ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാൽ അച്ഛനാണ് അവിടെ ധ്യാനം നയിക്കുന്നത്. അവിടുത്തെ ധ്യാനത്തിനൊരു പ്രത്യേകതയുണ്ട്. മൊബൈൽ ഫോൺ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ വയ്ക്കാൻ പറ്റത്തില്ല. എല്ലാ മൊബൈൽ ഫോണുകളും അവിടെ ഓഫീസിൽ കൊടുത്തോണം, കയ്യിൽ വയ്ക്കാൻ പറ്റില്ല, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിന് താല്പര്യമില്ലാത്തവർക്ക് തിരികെ പോകാം. ഇപ്പം 2 ചെറുപ്പക്കാരങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. നല്ല ധനവാന്മാരായ ആളുകളുടെ മക്കളാണ്, ഇച്ചിരി സമ്പന്നരാണ്, കത്തോലിക്കരാണ്. അവരുടേതായ ഒരു അഹങ്കാരത്തോട് അവർ പറഞ്ഞു, അങ്ങനെ മൊബൈൽ ഫോൺ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ധ്യാനം കൂടണ്ട, ഞങ്ങൾ കേരളത്തിൽ എവിടെ പോയാലും ഞങ്ങൾ രാത്രിയാ ഞങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കും, അത് പറ്റാതൊന്നും ജീവിക്കാൻ പറ്റുകയില്ല. അച്ഛൻ പറഞ്ഞു, മക്കളെ ഇവിടെ പറ്റത്തില്ല, ഫോൺ തന്നില്ലേ ധ്യാനിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഫോൺ ഇവിടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ധ്യാനിക്കുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അച്ഛൻ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മക്കളെ ചിലപ്പോൾ രണ്ടാമതൊരു ചാൻസ് കിട്ടിയെന്ന് വരത്തില്ല ഇനി ഒരു ധ്യാനിക്കാൻ, അതുകൊണ്ട് ധ്യാനം കൂടുന്നതല്ലേ മക്കളെ നല്ലതെന്ന് ചോദിച്ചു. ഓ, ഞങ്ങൾ ഇനി കുറേ കഴിഞ്ഞൊക്കെ ധ്യാനം കൂടിക്കോളാമെന്ന് പറഞ്ഞ് അവരുടെ ബാഗും എടുത്തിട്ട് ഏതാണ്ട് 100-400ഓളം പേരിരിക്കുന്ന വേദിയിൽ നിന്ന് അവർ 2 പേരും ബാഗും എടുത്ത് ഇറങ്ങിയാണ്. രാത്രിയിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നു. കാർ ഓടിച്ച് കട്ടപ്പനയുടെ മലമുകൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ എതിരെ നിന്ന് കയറ്റം കയറി വന്ന ഒരു ലോറിമാട്ട് ആ രാത്രിയിൽ ഇവരുടെ കാർ കൂട്ടിയിടിക്കുകയാണ്. 2 പേരും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. കേരളത്തിലെ സകല പത്രങ്ങളിലും ടെലിവിഷൻ ചാനലിലും ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ വാർത്ത വളരെ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചിരുന്നു. ധ്യാന കേന്ദ്രത്തിൽ നിന്നും ധ്യാന ഗുരുവിനോട് വഴക്കിട്ടിറങ്ങി വന്ന 2 ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ ദാരുണമായിട്ട് മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അന്ന് രാത്രിയിൽ അവർക്ക് കൊടുത്തിരുന്ന ചാൻസ് ആയിരുന്നത്, ദൈവത്തിൻ്റെ സുവിശേഷം നീ കേൾക്കണം, അതിനുവേണ്ടി നീ മൊബൈൽ ഫോൺ അടച്ചു വെക്കണം, നീ ദൈവത്തിൻ്റെ നിത്യജീവന്റെ വചനം നീ കേൾക്കണം, നിന്റെ ജീവിതത്തെ നീ തിരുത്തണമെന്ന് പറയാൻ ദൈവം ആ രാത്രിയിൽ അവർക്ക് അവസരം കൊടുത്തപ്പോൾ പൗലോസിനെയും ഡ്രുസില്ലയും പോലെ അവർ കാലുമടക്കി തട്ടിക്കളഞ്ഞു. അവർക്ക് രണ്ടാമതൊരു അവസരം കിട്ടിയില്ല. അവരുടെ അവസാനത്തെ ചാൻസ് ആയിരുന്നു. വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇന്നാണ് നമ്മുടെ രക്ഷയുടെ ദിവസം, ഇന്നാണ് സുവിശേഷം കേൾക്കേണ്ട ദിവസം. ഇന്ന് നമ്മൾ കേൾക്കണം, ഇന്ന് നമ്മൾ മനസ്സ് തിരിയണം, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം, ഇന്ന് നമ്മൾ കുരിശിൽ കെട്ടിപ്പിടിക്കണം, ഇന്ന് നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് അബദ്ധം പറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഡോക്ടറായിട്ട് ഒരുപാട് വർഷങ്ങൾ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെ ബൈക്കിൽ പോകുന്ന ചില വ്യക്തികളെ വണ്ടി ഇടിച്ച് ആക്സിഡൻറ്റ് പറ്റി കൊണ്ടു കഴിയുമ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോകുന്നവരെ കണ്ടിട്ടുണ്ട്, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നവരെ കണ്ടിട്ടുണ്ട്, ഭാര്യയും മക്കളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലാൻ പറ്റുന്നില്ല, പച്ചക്കറി കിടക്കുന്നത് പോലെ ICUവിൻ്റെ അകത്ത് കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ജീവിതം നിസ്സാരമാണ്. ഒരു തലയ്ക്കൊരു ചെറിയ തട്ട് കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. മൺപാത്രങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതം. വചനം കേൾക്കുമ്പോൾ നാളെ എന്ന് പറയരുത്. ഫെലിക്സിനും ഡ്രുസില്ലയ്ക്കും അബദ്ധം പറ്റി. അവർ പൗലോസിനെ പറഞ്ഞു വിട്ടു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഫെലിക്സിനെ നീറോ ചക്രവർത്തി റോമിലേക്ക് വിളിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നീറോയുടെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഫെലിക്സ്. നീറോ ചക്രവർത്തി റോമിലേക്ക് വിളിച്ചിട്ട് അവൻ്റെ എല്ലാ അധികാരങ്ങളും എടുത്തു മാറ്റിയിട്ട് അവന് വലിയൊരു ശിക്ഷ കൊടുത്ത് അവനെ ജയിലിൻ്റെ അകത്തേക്കാക്കി. അവൻ്റെ ഭാര്യ ഡ്രുസില്ലയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയണ്ടേ? AD 79 വെസൂവിയസ് പർവ്വതനിരകളിലുണ്ടായ ഒരു അഗ്നിപർവ്വതത്തിൽ പോംപി സിറ്റി കത്തിച്ചാരമായപ്പോൾ ഡ്രുസില്ല എന്ന് പറയുന്ന അതീവ സുന്ദരിയായ സ്ത്രീ ഒരു ചാരക്കൂരമായി 2 മിനിറ്റുകൾക്കുള്ളിൽ അവൾ ഒരു പിടി ചാരമായി തീർന്നു. ആ അഗ്നിപർവ്വതത്തിൽ അവൾ കത്തിയെരിഞ്ഞു. പൗലോസിനെ കാലുമടക്കി തൊഴിച്ചതിന് ശേഷം വെറും 3 വർഷങ്ങൾക്കുള്ളിൽ 2 പേരുടെയും ജീവിതം ദയനീയമായിട്ട് പരാജയത്തിൽ അവസാനിക്കുകയാണ്. ദൈവം അവർക്ക് കൊടുത്ത ചാൻസിനെ അവർ മുതലെടുത്തില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇതുപോലെ ഒരു ദയനീയ അന്ത്യം എനിക്ക് നിങ്ങൾക്കും ഒരിക്കലും ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കാം. അന്ത്യവിധി നാള് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യേശു വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നു. മാലാഖമാരുണ്ട്, സകല മനുഷ്യരും യേശുവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഓരോരുത്തരെ വിളിച്ച് യേശു പേര് ചോദിക്കുക. നിന്റെ പേരെന്താണ്? ഓക്കെ, അവനെ വിധിക്കുകയാണ്. ഈ സമയത്ത് ഫെലിക്സിൻ്റെ സമയമായി. ഫെലിക്സ് മുൻപോട്ട് കയറി വന്നു. യേശു ഒരു ചോദ്യം ചോദിക്കുക, നിന്റെ പേരെന്താ? ഉടനെ പറഞ്ഞു, അയ്യോ കർത്താവേ,
എന്നെ അങ്ങേക്ക് അറിയത്തില്ലയോ? ഞാനാണ് ഫെലിക്സ്. ബൈബിളിൽ അപ്പോസ്തല, ബൈബിളിൽ എൻ്റെ പേരുണ്ട് കർത്താവേ. അങ്ങയുടെ വചനമായ ബൈബിളിൽ ഈ ഫെലിക്സിൻ്റെ പേരുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഫെലിക്സ് ഞാനാണേ. എൻ്റെ പേരങ്ങ് ചോദിക്കുന്ന എന്തിനാ? അങ്ങേക്ക് അറിയത്തില്ലയോ? എൻ്റെ പേര് ബൈബിളിലുണ്ട്. ഞാൻ ബൈബിളിലുള്ള ഫെലിക്സ് ആണ്. ഉടനെ കർത്താവ് അടുത്ത ചോദ്യം ചോദിച്ചു, നീ സുവിശേഷം കേട്ടിട്ടുണ്ടോ? ഉണ്ടോന്നോ? എൻ്റെ പൊന്ന് കർത്താവെ, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ സിംഹാസനത്തിൽ ഇരുന്നിട്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മകനായ പൗലോസിനെ വിളിച്ച് സുവിശേഷം കേട്ടു. എന്തൊരു പ്രസംഗമായിരുന്നു പൗലോസിൻ്റെത്! എന്തൊരു അഭിഷേകമായിരുന്നു! എൻ്റെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു അന്ന് പ്രസംഗം കേട്ടിട്ട്. സത്യം പറയാൻ കേട്ടോ കർത്താവെ, ഇതുപോലൊരു പ്രസംഗം ഞാൻ എങ്ങും കേട്ടിട്ടില്ല. കൈ കൊടുക്കണം പൗലോസിന്. സൂപ്പർ പ്രസംഗമായിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, സുവിശേഷ പ്രസംഗം കേട്ടിട്ട് നീ എന്ത് ചെയ്തു? നീ നിന്റെ ഹൃദയം തുറന്നായിരുന്നോ? അത് പിന്നെ കർത്താവെ, ഞാൻ വിചാരിച്ചത് ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പറ്റിയില്ല കർത്താവെ. കർത്താവെ, എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ വരണമേ. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടുന്നു. കർത്താവെ, എനിക്ക് മാപ്പ് തരണമേ. ഇപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് രാജാവായി വരണമേ. നീ എൻ്റെ രാജാവും ചക്രവർത്തിയുമാണ്. കർത്താവേ, കരുണയായിരിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ. കർത്താവ് പറയും, ഫെലിക്സേ, കൃപയുടെ സമയം കഴിഞ്ഞുപോയി. കൃപയുടെ വാതിൽ അടഞ്ഞുപോയി. ഇത് ന്യായവിധിയുടെ സമയമാണ്. ഇത് ജഡ്ജ്മെന്റിന്റെ സമയമാണ്. ഇത് കൃപയുടെ സമയമല്ല. ഇത് കരുണയുടെ സമയമല്ല. ഇത് വിധിയുടെ സമയമാണ്. എൻ്റെ മകൻ പൗലോസ് നിന്നോട് വിധിയെപ്പറ്റി പ്രസംഗിച്ചായിരുന്നു. കർത്താവേ, അതാണിപ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് നിനക്ക് ഞാനൊരു അവസരം തന്നു. അയ്യോ കർത്താവേ, എനിക്കന്ന് പ്രസംഗം മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശു പറഞ്ഞു, ഇല്ല ഇല്ല, ഇടത്തുവശത്തേക്ക് മാറി നിൽക്കുക. എൻ്റെ മകൻ പൗലോസ് നിന്നോട് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ നീ അതിനെ പുല്ലുവില പോലും കൽപ്പിക്കാതെ കാലുമടക്കി തൊഴിച്ചു കളഞ്ഞില്ലേ? ഇന്നിതാ നീ വിതച്ചത് നീ കൊയ്യുന്ന സമയമാണ്. ഇടത്തുവശത്തേക്ക് നീങ്ങി നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരച്ചിലും പല്ലുകടിയുമുള്ള പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നിത്യനരകത്തിലേക്ക് ഈ ഫെലിക്സ് വലിച്ചെറിയപ്പെടുമ്പോൾ ഫെലിക്സിന്റെ വലിയൊരു നിലവിളി അഗാധ ഗർത്തങ്ങളിൽ നിന്നും ഉയരുകയാണ്. ഫെലിക്സിനുണ്ടായ സങ്കടം എന്തായിരിക്കും എന്നറിയാമോ? ദൈവമേ, എൻ്റെ കൈകളിൽ നിത്യജീവനും രക്ഷയും സ്വർഗവും സൗജന്യമായിട്ട് കിട്ടിയിട്ടും ഞാനതിനെ തട്ടിക്കളഞ്ഞ വ്യക്തിയാണല്ലോ. ഈ ഒരു നിലവിളിയാണ് വലിയ നിലവിളിയായിട്ട് മാറുന്നത്. നരകത്തിൽ ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്ന ആരായിരിക്കും എന്നറിയാമോ? സുവിശേഷം കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടും അതിനെ കാലുമടക്കി തട്ടിക്കളഞ്ഞവർ. യൂദാസിനെ പോലുള്ള വ്യക്തികളുടെ നിലവിളികൾ. യേശുവിൻ്റെ കൂടെ നടന്നതിന് ശേഷവും സുവിശേഷത്തെ തൊഴിച്ച് ദൂരെ കളഞ്ഞവർ, അവരുടെ നിലവിളിയായിരിക്കും നരകത്തിൽ ഏറ്റവും ശക്തമായിട്ട് മുഴങ്ങുന്നെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സംസാരം അഭിഷേകം നിറഞ്ഞതാകുമ്പോൾ നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് നിത്യജീവന്റെ വാക്കുകളായിരിക്കും. നമ്മുടെ സംസാരവും പ്രസംഗവും വാക്കുകളും കേൾക്കുന്നവർക്ക് ദൈവമുണ്ടെന്നുള്ള ബോധ്യം കിട്ടും. നമ്മുടെ സംസാരം കേൾക്കുന്ന നമ്മുടെ ഭവനത്തിലെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, ചെറുമക്കൾക്ക്, നമ്മുടെ ഇടവകയിലുള്ളവർക്ക്, പ്രെയർ ഗ്രൂപ്പിലുള്ളവർക്ക്, ജോലി സ്ഥലത്തുള്ളവർക്ക് നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്ന് മനസ്സിലാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഒരിക്കൽ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസുമാർ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. താങ്കൾ ക്രിസ്ത്യാനിയാണോ? ആർ യു എ ക്രിസ്ത്യൻ? അവൻ്റെ പേര് എയർ ഹോസ്റ്റസുമാർക്ക് അറിയത്തില്ല. അവൻ ചുമ്മാ സീറ്റിലിരിക്കുകയാണ്. അവനോട് എയർ ഹോസ്റ്റസുമാർ ചോദിച്ചു, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അവൻ ജർമ്മനിയിൽ നിന്നും ബോംബെക്ക് പറക്കുകയാണ്. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അവർ പറഞ്ഞു, താങ്കളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി 2 കണ്ണും 1 മൂക്കും 1 വായും 2 ചെവിയുമേ എല്ലാവർക്കും ഉള്ളൂ. എങ്കിലും 350 യാത്രക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന എയർ ഇന്ത്യയുടെ വിമാനത്തിലിരുന്നു കൊണ്ട് അക്രൈസ്തവരായ 2 എയർ ഹോസ്റ്റസുമാർ ഈ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, താങ്കൾ ക്രിസ്ത്യാനിയാണോ? അതെ, അവനെ വ്യത്യസ്തമാക്കുന്ന ഒരു അഭിഷേകം അവൻ്റെ പുറത്തുണ്ടായിരുന്നു. വൈദികനല്ല, ഭാര്യയും 2 മക്കളുമുള്ള ഡോക്ടറാണ്. ആ ഡോക്ടറിൻ്റെ പുറത്തുണ്ടായിരുന്ന അഭിഷേകം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരു അഗ്നി പോലെ ഒഴുകുന്നതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വെല്ലുവിളിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ. നിന്റെ വാക്കുകൾ, നിന്റെ പെരുമാറ്റം, നിന്റെ ഇടപെടലുകൾ അഭിഷേകം നിറഞ്ഞതായിരിക്കട്ടെ. അതുവഴി നീ ദൈവരാജ്യത്തെ പണിതുയർത്തുന്ന വ്യക്തിയാകട്ടെ. നല്ല ഈശോയെ, അവിടെ നിന്ന് ഞങ്ങൾക്ക് തരുന്ന അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അഭിഷേകത്തിൽ വളരുവാൻ, ദൈവരാജ്യം പണിയുവാനും അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.